ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് കുറച്ച് സിനോണിംസ് ആണ്. SSC CGL ചോദിച്ചിട്ടുള്ള വൊക്കാബുലറി ആണ് ഇപ്പോൾ നമ്മുടെ PSCയുടെ ഒരു പാറ്റേണിൽ ചോദിച്ചു വരുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഈ SCയിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ റെഫർ ചെയ്ത് അതിനകത്ത് സെലക്ട് ചെയ്തിട്ടുള്ള സിനോണിംസ് വിത്ത് കോഡ്സ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ഫുള്ള് കാണണം കേട്ടോ. എന്തായാലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെഷനാണ്, നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആവും. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ വാക്ക് കാസ്റ്റിഗേറ്റ്. കാസ്റ്റിഗേറ്റ് എന്ന് പറഞ്ഞാൽ ടു ക്രിട്ടിസൈസ് സംവൺ ഓർ സംതിങ് സിവിയർലി. ഒരാളെ അല്ലെങ്കിൽ എന്തിനെങ്കിലും കാര്യമായിട്ട് ക്രിട്ടിസൈസ് ചെയ്യുക എന്നൊക്കെ ഒരു മീനിങ് ആണ് കാസ്റ്റിഗേറ്റ് എന്ന് പറഞ്ഞാൽ കേട്ടോ. കാസ്റ്റിഗേറ്റ് നമുക്ക് ആലോചിക്കാനായിട്ട്, കാസ്റ്റിഗേറ്റ് എന്ന് പറയുമ്പോൾ ഈ കാസ്റ്റ് ഗേറ്റുമായിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം. ഈ പണ്ട് കാലത്ത് ഈ കാസ്റ്റിൻ്റെ ബേസിസിൽ ആൾക്കാരെ ഗേറ്റിൻ്റെ പുറത്തൊക്കെ നിർത്തി കുറേ ക്രിട്ടിസൈസൊക്കെ ചെയ്യാറുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയൊന്നും നമുക്ക് കണക്ട് ചെയ്യാം. കാസ്റ്റിഗേറ്റ് എന്ന് പറഞ്ഞാൽ ടു ക്രിട്ടിസൈസ് സംവൺ ഓർ സംതിങ് സിവിയർലി. കാസ്റ്റിഗേറ്റ് ടു ക്രിട്ടിസൈസ് സംവൺ ഓർ സംതിങ് സിവിയർലി. അടുത്ത വാക്ക് ഡെട്രിമെൻ്റൽ. ഡെട്രിമെൻ്റൽ എന്ന് പറഞ്ഞാൽ ഡാമേജിങ് ആണ്. അത് നമുക്ക് സിമ്പിളായിട്ട് ആലോചിക്കാം അല്ലേ. മെൻ്റൽ ആയിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഡാമേജൊക്കെ വരുത്തും എന്നുള്ള രീതിയിലൊക്കെ ഒന്ന് കണക്ട് ചെയ്യാം. ഡെട്രിമെൻ്റൽ എന്ന് പറഞ്ഞാൽ ഡാമേജിങ് ആണ്. അടുത്ത വാക്ക് നോക്കാം, പ്ലമറ്റ് ആണ്. പ്ലമറ്റ് എന്ന് പറഞ്ഞാൽ ഫോൾ ഓർ ഡ്രോപ്പ് സ്ട്രെയിറ്റ് ഡൗൺ അറ്റ് ഹൈ സ്പീഡ്. അതായത് എന്തെങ്കിലും ഒരു സാധനം നല്ല സ്പീഡിൽ താഴത്തേക്ക് വീഴുക, അതിനെയാണ് നമ്മൾ പറയുന്നത് പ്ലമറ്റ് എന്ന് പറയുന്നത് കേട്ടോ. എന്താണ് പ്ലമറ്റ്? സിമ്പിളായിട്ട് നമുക്ക് ആലോചിക്കാം അല്ലേ. എങ്ങനെയാണ് ഈ എന്തെങ്കിലും ഒരു സാധനം മുകളിൽ നിന്ന് താഴത്തേക്ക് വീഴുന്ന സമയത്ത് പ്ലം എന്ന് പറഞ്ഞ് വീഴും. അങ്ങനെ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് നോക്കിയാൽ അപ്പോൾ പ്ലമറ്റ് കേട്ടോ എന്ന് പറഞ്ഞാൽ ഫോളോ ഡ്രോപ്പ് സ്ട്രെയിറ്റ് ഡൗൺ അറ്റ് ഹൈ സ്പീഡാണ്, വളരെ സ്പീഡിലാണ്. അടുത്തത് കവനൻ്റ് ആണ്. കവനൻ്റ് എന്ന് പറഞ്ഞാൽ ആൻ എഗ്രിമെൻ്റ് ആണ്. ഒരു എഗ്രിമെൻറ്റിനെയാണ് നമ്മൾ കവനൻ്റ് എന്ന് പറയുക കേട്ടോ. കവനൻ്റ് ഒരു എഗ്രിമെൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ എഗ്രിമെൻറ്റ് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മൾ നല്ലൊരു കവറിലൊക്കെ ഇട്ടിട്ട് നമ്മൾ കൊടുക്കും എന്ന് ആലോചിക്കാം. ഓക്കെ, അപ്പോൾ കവനൻ്റ് എന്ന് പറഞ്ഞാൽ ആൻ എഗ്രിമെൻറ്റ്. അടുത്ത വാക്ക് നോക്കാം, ഡിഫൈലാണ്. ഡിഫൈൽ എന്ന് പറഞ്ഞാൽ ടു സ്പോയിൽ സംതിങ് അല്ലെങ്കിൽ കറപ്റ്റ്, അതായത് ചീത്തയാക്കുക, മലിനമാക്കുക എന്നൊക്കെ ഒരു മീനിങ് ആണ് കേട്ടോ. ഡിഫൈൽ എന്ന് പറഞ്ഞാൽ ടു സ്പോയിൽ സംതിങ് എന്നൊക്കെ ഒരു മീനിങ് ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഏതെങ്കിലും ഒരു ഫയൽ ചീത്തയാക്കി അല്ലെങ്കിൽ ഫയലിലൊക്കെ കറപ്ഷൻ നടന്നു അങ്ങനെയൊക്കെ ഒന്ന് ജസ്റ്റ് കണക്ട് ചെയ്യുക. ഡിഫൈൽ എന്ന് പറഞ്ഞാൽ ടു സ്പോയിൽ സംതിങ് അല്ലെങ്കിൽ കറപ്റ്റ്. അടുത്ത വാക്ക് എക്സ്റ്റോൾ ആണ്. എക്സ്റ്റോൾ എന്ന് പറഞ്ഞാൽ പ്രേസ് എന്തൂസിയാസ്റ്റിക്കലി. ഒരാളെ നല്ല രീതിയിൽ നമ്മളിങ്ങനെ സന്തോഷത്തോടെയൊക്കെ പ്രേസ് ചെയ്യുക, അതിനെയാണ് പറയുന്നത് എക്സ്റ്റോൾ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ എക്സ്റ്റോൾ എന്ന് പറയുമ്പോൾ നമുക്ക് ആ ടോൾ എന്നുള്ള വാക്ക് എടുക്കാം. ടോൾ എന്ന് പറഞ്ഞാൽ പൊക്കം അല്ലേ, TALL ആണ്. അപ്പോൾ ഈ ടോൾ നല്ല പൊക്കമുള്ള ആൾക്കാരെയൊക്കെ നമ്മൾ നല്ല രീതിയിൽ പ്രേസ് ചെയ്തു പുകഴ്ത്തി എന്നുള്ള രീതിയിലൊന്ന് കണക്ട് ചെയ്യുക. എക്സ്റ്റോൾ എന്ന് പറഞ്ഞാൽ പ്രേസ് എന്തൂസിയാസ്റ്റിക്കലി. അടുത്ത വാക്ക് ഫിയാസ്കോ. ഫിയാസ്കോ എന്ന് പറഞ്ഞാൽ ഫെയിലിയർ ആണ് കേട്ടോ, തോൽവിയാണ് ഫിയാസ്കോ. ഞാൻ ഓർത്ത് വെച്ചേക്കുന്നത് ഫിയാസ്കോ എന്നൊക്കെ പറയുമ്പോൾ ഫിയാൻസി, ഈ ചില ആൾക്കാരുടെ ഫിയാൻസിയൊക്കെ ഫെയിലിയർ ആയിരുന്നു എന്നുള്ള രീതിയിലൊക്കെ ഒന്ന് ജസ്റ്റ് കണക്ട് ചെയ്യുക. ഫിയാസ്കോ എന്ന് പറഞ്ഞാൽ ഫെയിലിയർ ആണ്. നെക്സ്റ്റ് ഗാർണർ. ഗാർണർ എന്ന് പറഞ്ഞാൽ കളക്റ്റാണ് കേട്ടോ. ഗാർണർ കളക്ട് ചെയ്യുക. അപ്പോൾ ഗാർണർ എന്ന് പറയുമ്പോൾ നമുക്ക് ഗാർഡനർ എന്നുള്ള രീതിയിലൊക്കെ ആലോചിക്കാം അല്ലേ. ഗാർഡനർ, അപ്പോൾ ഗാർഡനറൊക്കെ ഈ പൂന്തോട്ടത്തിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇങ്ങനെ കളക്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒന്ന് ജസ്റ്റ് കണക്ട് ചെയ്യാം. ഗാർണർ എന്ന് പറഞ്ഞാൽ കളക്റ്റാണ്. അടുത്ത വാക്ക് ഇൻട്രിപ്പിഡ് ആണ്. ഇൻട്രിപ്പിഡ് എന്ന് പറഞ്ഞാൽ ഫിയർലെസ്, ഭയമില്ലാത്ത എന്നൊക്കെ ഒരു മീനിങ് ആണ് ഇൻട്രിപ്പിഡ്. ഓക്കെ, അപ്പോൾ അതിന് എനിക്ക് വലിയ കണക്ഷനൊന്നും കിട്ടിയില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും കണക്ഷൻ കിട്ടുകയാണെങ്കിൽ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഇൻട്രിപ്പിഡ് എന്ന് പറഞ്ഞാൽ ഫിയർലെസ്. ഇൻട്രിപ്പിഡ് എന്ന് പറഞ്ഞാൽ ഫിയർലെസ്. അടുത്ത വാക്ക് സർമൗണ്ട് ആണ്. സർമൗണ്ട് എന്ന് പറഞ്ഞാൽ ഓവർകം ഡിഫിക്കൽട്ടി. എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ അത് ഓവർകം ചെയ്യുക എന്നൊക്കെ ഒരു മീനിങ് ആണ് സർമൗണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഈ സർമൗണ്ട് എന്ന് പറയുമ്പോണ്ടല്ലോ സർ എന്നുള്ള രീതിയിൽ എടുക്കാം. സാറിൻ്റെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഏത് മൗണ്ടനും നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും. മൗണ്ടൻ ഉദ്ദേശിച്ചിട്ടുള്ളത് എത്രത്തോളം നമുക്ക് പഠിക്കാനുണ്ടെങ്കിലും, അത്രയും വലിയൊരു മൗണ്ടൻ പോലെ നമുക്ക് പഠിക്കാനുണ്ടെങ്കിൽ കൂടി നമുക്ക് ആ ഡിഫിക്കൽട്ടിയൊക്കെ ഓവർകം ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ സർമൗണ്ട് എന്ന് പറഞ്ഞാൽ സാറിൻ്റെ ഹെൽപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് മൗണ്ടൻ കൂടി ഓവർകം ചെയ്യാൻ പറ്റും, ഡിഫിക്കൽട്ടി ഓവർകം ചെയ്യാൻ പറ്റും. ഓക്കെ, സർമൗണ്ട് എന്ന് പറഞ്ഞാൽ ഓവർകം ഡിഫിക്കൽട്ടി. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ള 10 വാക്കുകൾ നമുക്കൊന്ന് വേഗം ഒന്നും കൂടെ നോക്കാം. കാസ്റ്റിഗേറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? കാസ്റ്റിഗേറ്റ് അല്ലേ. അപ്പോൾ ടു ക്രിട്ടിസൈസ് സംവൺ ഓർ സംതിങ് സിവിയർലി ആണ്. ഡെട്രിമെൻ്റൽ, മെൻ്റൽ, ഡാമേജിങ്. അടുത്തത് പ്ലമറ്റ്. പ്ലമറ്റ് എന്ന് പറഞ്ഞാൽ ഫോളോ ഡ്രോപ്പ് സ്ട്രെയിറ്റ് ഡൗൺ അറ്റ് ഹൈ സ്പീഡ്, പ്ലം എന്ന് പറഞ്ഞ് വീഴും. കവനൻ്റ് എന്ന് പറഞ്ഞാൽ ആൻ എഗ്രിമെൻ്റ് ആണ്. എഗ്രിമെൻ്റൊക്കെ കവറിലിട്ട് കൊടുക്കുക. ഡിഫൈൽ എന്ന് പറഞ്ഞാൽ ടു സ്പോയിൽ സംതിങ് അല്ലെങ്കിൽ കറപ്റ്റ്. ഫയലൊക്കെ ചിലപ്പോൾ സ്പോയിലായിട്ടുണ്ടാവും, ആ ഒരു രീതിയിൽ കണക്ട് ചെയ്യാം. എക്സ്റ്റേൾ എന്ന് പറഞ്ഞാൽ പ്രേസ് എന്തൂസിയാസ്റ്റിക്കലി, ടോളാണെന്ന് പ്രേസ് ചെയ്തു. ഓക്കെ, ഫിയാസ്കോ എന്ന് പറഞ്ഞാൽ ഫെയിലിയർ ആണ്. ഗാർണർ എന്ന് ആലോചിക്കുക, കളക്ട് ചെയ്യും അല്ലേ, കളക്റ്റാണ്. ഇൻട്രിപ്പിഡ് ഫിയർലെസ്. സർമൗണ്ട് എന്ന് പറഞ്ഞാൽ ഓവർകം ഡിഫിക്കൽട്ടി. സർമൗണ്ട് എന്ന് പറഞ്ഞാൽ ഓവർകം ഡിഫിക്കൽട്ടി. ഇനി നമുക്ക് അടുത്ത വാക്കുകൾ നോക്കാം.
അടുത്ത് നോക്കാം ലാക്കോണിക് ആണ്. ലാക്കോണിക് എന്ന് പറഞ്ഞാൽ ഒൺലി എ ഫ്യൂ വേർഡ്സ്, കുറച്ച് വാക്കുകൾ മാത്രം. അതായത് വാക്കുകളൊക്കെ ലാക്ക് ചെയ്തു എന്നൊക്കെ നമ്മൾ പറയില്ലേ, LACK. ഓക്കെ, അപ്പോൾ ലാക്കോണിക് എന്ന് പറഞ്ഞാൽ ഒൺലി എ ഫ്യൂ വേർഡ്സ്. അടുത്തത് എവറൈസ്. എവറൈസ് എന്ന് പറഞ്ഞാൽ ഗ്രീഡാണ്. ഗ്രീഡി, ദുരാഗ്രഹം അല്ലെങ്കിൽ ആർത്തി എന്നൊക്കെ ഒരു മീനിങ് ആണ് എവറൈസ് കേട്ടോ. ഗ്രീഡി അല്ലെങ്കിൽ ഗ്രീഡ് എന്നൊക്കെ ഒരു മീനിങ് ആണ് എവറൈസ്. കണക്ട് ചെയ്യാനായിട്ട് നമുക്ക് എവറൈസ് എന്ന് പറയുമ്പോൾ അവർ റൈസ് കഴിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ആലോചിക്കുക കേട്ടോ. ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് നോക്കിയാൽ അവർ റൈസ് കഴിക്കുകയാണ്. എങ്ങനെയാണ് കഴിക്കുന്നത്? വളരെ ഗ്രീഡി ആയിട്ട്, ആർത്തി പിടിച്ചിട്ട് ആ ഒരു രീതിയിൽ നമുക്കൊന്ന് കണക്ട് ചെയ്യാം. എവറൈസ് എന്ന് പറഞ്ഞാൽ ഗ്രീഡാണ്. അടുത്ത വാക്ക് നെഫേറിയസ്. നെഫേറിയസ് എന്ന് പറഞ്ഞാൽ വിക്കഡ് ഓർ ക്രിമിനലാണ്. ഒരു ക്രിമിനലായിട്ട് അല്ലെങ്കിൽ ഒരു വിക്കഡായിട്ട് എന്നൊക്കെ ഒരു മീനിങ് ആണ് നെഫേറിയസ്. നമുക്ക് നൊട്ടോറിയസ് ആയിട്ടൊക്കെ ഒന്ന് കണക്ട് ചെയ്യാം അല്ലേ. നൊട്ടോറിയസ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പറയില്ലേ, ആ ഒരു രീതിയിൽ നെഫേറിയസ് നമുക്കൊന്ന് ആലോചിക്കാം. അടുത്തത് ഒബ്സീനാണ്. ഒബ്സീൻ, ഇൻഡീസെൻറ്റ്. ഇൻഡീസെൻ്റ് ആയിട്ടുള്ള ഒരു സീൻ, ഒബ്സീൻ, ഇൻഡീസെൻറ്റ്. നെക്സ്റ്റ് കോൺഗ്രിഗേഷൻ. കോൺഗ്രിഗേഷൻ എന്ന് പറഞ്ഞാൽ മീറ്റിംഗ് ആണ്. അത് നിങ്ങൾക്ക് പലർക്കും അറിയായിരിക്കും, കോൺഗ്രിഗേഷൻ മീറ്റിംഗ്. ഇനി അറിയാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ കോൺഗ്രിഗേഷൻ, കോൺഗ്രസ് എന്നൊക്കെ വേണമെങ്കിൽ ആലോചിച്ചോളൂ. കോൺഗ്രസിൻ്റെ ഒക്കെ ഒരു മീറ്റിംഗ് ഉണ്ട് നല്ല രീതിയിലൊക്കെ ഒന്ന് കണക്ട് ചെയ്യാം. കോൺഗ്രിഗേഷൻ മീറ്റിംഗ് ആണ്. ഇനി കോഴ്സ് എന്ന് പറഞ്ഞാൽ റഫാണ് കേട്ടോ. കോഴ്സ്, ചില കോഴ്സുകളൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അല്ലെങ്കിൽ റഫായിരിക്കും, ടഫ് എന്നൊക്കെ നമ്മൾ പറയില്ല. അതേപോലെ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യുക. കോഴ്സ് എന്ന് പറഞ്ഞാൽ റഫാണ്. കോഴ്സ് എന്ന് പറഞ്ഞാൽ റഫാണ്. പിന്നെയുള്ളത് റൗട്ടാണ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാനുള്ള നല്ല ചാൻസ് ഉണ്ട്. റൗട്ട് എന്ന് പറഞ്ഞാൽ ഡിഫീറ്റ് ആണ് കേട്ടോ. റൗട്ട് എന്ന് പറഞ്ഞാൽ ഡിഫീറ്റ്, തോൽക്കുക എന്നൊക്കെ ഒരു മീനിങ് ആണ് റൗട്ട്. റൗട്ട് എന്ന് പറയുമ്പോണ്ടല്ലോ നമുക്കതിനൊന്ന് സ്പ്ലിറ്റ് ചെയ്തിട്ട് 6 പേര് ഔട്ടായെന്ന് ആലോചിക്കാം. റൗട്ട് 6 കേട്ടോ. 6, 7 എന്നൊക്കെ പറയില്ല, അതുപോലെ 6 പേര് ഔട്ടായി. ഇപ്പോൾ ഒരു ടീമിൽ, ഒരു ക്രിക്കറ്റ് ടീമിൽ 6 പേരൊക്കെ ഔട്ടായി കഴിഞ്ഞാൽ ആ ടീം ചിലപ്പോൾ ഡിഫീറ്റ് ആവും അല്ലേ. അപ്പോൾ അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യാം. റൗട്ട് 6 പേര് ഔട്ടായി, അപ്പോൾ ഡിഫീറ്റായി. ഓക്കെ, റൗട്ട് എന്ന് പറഞ്ഞാൽ ഡിഫീറ്റാണ്. നെക്സ്റ്റ് കോഡിലാണ്. കോഡിൽ എന്ന് പറഞ്ഞാൽ സാറ്റിസ്ഫൈ ആണ് കേട്ടോ. കോഡിൽ എന്ന് പറഞ്ഞാൽ സാറ്റിസ്ഫൈ. ഇപ്പം ഞാൻ നിങ്ങൾക്ക് കോഡൊക്കെ തരുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ സാറ്റിസ്ഫാക്ഷനൊക്കെ കിട്ടും അല്ലേ, സാറ്റിസ്ഫൈഡ് ആയിരിക്കും. അങ്ങനെ ഒന്ന് ജസ്റ്റ് കണക്ട് ചെയ്യുക. കോഡിൽ എന്ന് പറഞ്ഞാൽ സാറ്റിസ്ഫൈ, കോഡിൽ സാറ്റിസ്ഫൈ. അടുത്തത് ഓണസ് ആണ്. ഓണസ് എന്ന് പറഞ്ഞാൽ റെസ്പോൺസിബിലിറ്റി. ഓക്കെ, റെസ്പോൺസിബിലിറ്റി ആണ് ഓണസ് എന്ന് പറയുന്നത്. ഓണസിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഓൺ അസ് എന്ന് ആലോചിക്കുക. ഓക്കെ, അപ്പോൾ ഓൺ അസ്, ഞങ്ങളിൽ റെസ്പോൺസിബിലിറ്റി പ്രതീക്ഷിക്കുന്നു എന്നുള്ള രീതിയിൽ. ഓണസ് എന്ന് പറഞ്ഞാൽ റെസ്പോൺസിബിലിറ്റി, ഓൺ അസ്. ഓക്കെ, ഞങ്ങളിൽ റെസ്പോൺസിബിലിറ്റി പ്രതീക്ഷിക്കുന്നു. അങ്ങനെ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം. അടുത്ത വാക്ക് കെൻറ്റാങ്കറസ് ആണ്. കെൻറ്റാങ്കറസ് എന്ന് പറഞ്ഞാൽ ക്വാറൽസം, തല്ല് പിടിക്കുന്ന എന്നൊക്കെ ഒരു മീനിങ് ആണ് കെൻറ്റാങ്കറസ്. ഞാൻ ഓർത്ത് വെച്ചേക്കണത് കെൻറ്റാങ്കറസ് എന്ന് പറയുമ്പോണ്ടല്ലോ, കെൻറ്റാൻ കണ്ടൻ പൂച്ചേനെയാണ് കേട്ടോ. കണ്ടൻ പൂച്ചേനെയാണ്. ഈ കണ്ടൻ പൂച്ചയൊക്കെ എപ്പോഴും ഇങ്ങനെ തല്ലൊക്കെ പിടിക്കുമല്ലോ, അപ്പോൾ അങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കാം. കെൻറ്റാങ്കറസ് എന്ന് പറഞ്ഞാൽ ക്വാറൽസം. അപ്പോൾ ഒന്നും കൂടെ, ലാക്കോണിക് എന്ന് പറഞ്ഞാൽ ഒൺലി എ ഫ്യൂ വേർഡ്സ്. എവറൈസ് എന്ന് പറഞ്ഞാൽ ഗ്രീഡാണ് അല്ലേ, അവർ റൈസ് കഴിക്കുന്നത് ആർത്തി പിടിച്ചിട്ട് അല്ലെങ്കിൽ സെൽഫിഷായിട്ട്, ഗ്രീഡി. ഓക്കെ, അതേപോലെ തന്നെ നെഫേറിയസ് എന്ന് പറഞ്ഞാൽ വിക്കഡ് ഓർ ക്രിമിനൽ, നൊട്ടോറിയസ് ആലോചിക്കാം. ഒബ്സീൻ എന്ന് പറഞ്ഞാൽ ഇൻഡീസെൻ്റ് ആണ്. കോൺഗ്രിഗേഷൻ എന്ന് പറഞ്ഞാൽ മീറ്റിംഗ്. കോഴ്സ് എന്ന് പറഞ്ഞാൽ റഫ്. റൗട്ട് എന്ന് പറഞ്ഞാൽ 6 പേര് ഔട്ടായി, ഡിഫീറ്റ്. കോഡിൽ എന്ന് പറഞ്ഞാൽ കോഡ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ സാറ്റിസ്ഫൈ ആയിരിക്കും അല്ലേ, അപ്പോൾ സാറ്റിസ്ഫൈ. ഓണസ് എന്ന് പറഞ്ഞാൽ റെസ്പോൺസിബിലിറ്റി. ക്യാൻറ്റാങ്കറസ് എന്ന് പറഞ്ഞാൽ ക്വാറൽസം. ഇനി അടുത്ത 10 വാക്കും കൂടെ നമുക്ക് നോക്കാം കേട്ടോ. അടുത്ത് നോക്കാം മീക്കാണ്. മീക്ക് എന്ന് പറഞ്ഞാൽ ജെൻറ്റിൽ കേട്ടോ. മീക്ക് എന്ന് പറഞ്ഞാൽ ജെൻറ്റിലായിട്ടുള്ള, സാധുവായിട്ടുള്ള എന്നൊക്കെ ഒരു മീനിങ് ആണ്. അപ്പോൾ ചില ആൾക്കാർക്കൊക്കെ വീക്ക് കിട്ടിക്കഴിഞ്ഞാൽ നല്ല സാധുവായിട്ടുള്ള മനുഷ്യനായിട്ട് മാറും അല്ലേ. അപ്പോൾ സാധുവായിട്ടുള്ള എന്നുള്ള രീതിയിൽ നമുക്കൊന്ന് കണക്ട് ചെയ്യാം. ജെൻറ്റിലാണ് മീക്ക്. അടുത്ത വാക്ക് ബെനവലൻറ്റ്. ബെനവലൻറ്റ് എന്ന് പറഞ്ഞാൽ കൈൻഡ് ആണ് കേട്ടോ. ബെനവലൻറ്റ് എന്ന് പറഞ്ഞാൽ കൈൻഡ്, ഒന്ന് ഓർത്ത് വയ്ക്കണേ. ബെനവലൻറ്റ്, കൈൻഡ്. നെക്സ്റ്റ് ഫാറ്റുവസ് ആണ്. ഫാറ്റുവസ് എന്ന് പറഞ്ഞാൽ സില്ലി, നിസ്സാരമായിട്ടുള്ള എന്നൊക്കെ ഒരു മീനിങ് ആണ് ഫാറ്റുവസ്. അപ്പോൾ നമ്മൾ ഫാറ്റാണെന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളതിനങ്ങനെ സില്ലി ആയിട്ടങ്ങ് കാണുക കേട്ടോ. അപ്പോൾ ഫാറ്റുവസ് എന്ന് പറഞ്ഞാൽ സില്ലി, ഫാറ്റുവസ് എന്ന് പറഞ്ഞാൽ സില്ലി. അടുത്ത വാക്ക് വിറുലൻറ്റ്. വിറുലൻറ്റ് എന്ന് പറഞ്ഞാൽ ഡേഞ്ചറസ് അല്ലെങ്കിൽ ഡെഡ്ലി, മാരകമായിട്ടുള്ള എന്നൊക്കെ ഒരു മീനിങ് ആണ് വിറുലൻറ്റ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഡെഡ്ലി ആയിട്ടുള്ള അസുഖങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ നമുക്ക് ചിലപ്പോൾ വിറയൊക്കെ വരും അല്ലേ. അപ്പോൾ അങ്ങനെ വിറ എന്നുള്ള രീതിയിൽ കേട്ടോ. വിറുലൻറ്റ്, ഡെഡ്ലി അല്ലെങ്കിൽ ഡേഞ്ചറസ് ആയിട്ടുള്ള എന്നൊക്കെ ഒരു മീനിങ് ആണ് വിറുലൻറ്റ്. ഓക്കെ, അല്ലെങ്കിൽ വേണമെങ്കിൽ വൈറസ് എന്നൊക്കെ ആലോചിക്കാം. വിറുവിനകത്ത് VIRU അല്ലേ, വൈറസ് വേണമെങ്കിൽ ഒന്ന് ആലോചിക്കാം. ഡേഞ്ചറസ് അല്ലെങ്കിൽ ഡെഡ്ലി ആയിട്ടൊക്കെ ഒന്ന് കണക്ട് ചെയ്യാം. അടുത്തത് പൊയ്ഗ്നൻ്റ് ആണ്. പൊയ്ഗ്നൻ്റ് എന്ന് പറഞ്ഞാൽ സാഡാണ് കേട്ടോ. പൊയ്ഗ്നൻ്റ് എന്ന് പറഞ്ഞാൽ സാഡ്. ചില ആൾക്കാരൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് വളരെ സാഡാവും അല്ലേ, നമുക്ക് ഭയങ്കര വിഷമമൊക്കെ ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യാം. പൊയ്ഗ്നൻ്റ് എന്ന് പറഞ്ഞാൽ സാഡാണ്. പൊയ്ഗ്നൻ്റ്, സാഡ്. അടുത്ത വാക്ക് ടിറേഡ് ആണ്. ടിറേഡ് എന്ന് പറഞ്ഞാൽ ലോങ് ആംഗ്രി സ്പീച്ച് ഓഫ് ക്രിറ്റിസിസം. കാര്യമായിട്ട് ചീത്ത പറയുന്ന, ശകാരിക്കുന്ന എന്നൊക്കെ ഒരു മീനിങ് ആണ് ടിറേഡ്.
ഓക്കെ, അപ്പോൾ ചില ഈ റെയ്ഡിനൊക്കെ വന്നു കഴിയുമ്പോൾ ഉണ്ടല്ലോ, ഈ ഓഫീസിലൊക്കെ ചിലപ്പോൾ റെയ്ഡിനൊക്കെ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ഇഷ്യൂസൊക്കെ വന്നു കഴിഞ്ഞാൽ വളരെ അവർ ശകാരിക്കും അല്ലെങ്കിൽ ക്രിട്ടിസൈസ് ചെയ്യും എന്നുള്ള രീതിയിലൊക്കെ ഒന്ന് കണക്ട് ചെയ്യാം. ടിറേഡ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ലോങ് സ്പീച്ച് ഓഫ് ക്രിറ്റിസിസമാണ്, ആംഗ്രി സ്പീച്ച് ഓഫ് ക്രിറ്റിസിസം. അടുത്തത് എപ്രൈസ് ആണ്. എപ്രൈസ് എന്ന് പറഞ്ഞാൽ ജഡ്ജാണ്, ജഡ്ജ് ചെയ്യുക എന്നൊക്കെ ഒരു മീനിങ് ആണ് എപ്രൈസ് കേട്ടോ, എപ്രൈസ്. അപ്പോൾ നമുക്ക് അതിനകത്ത് പ്രേസ് എന്നുള്ള വാക്കെടുക്കാം, പുകഴ്ത്തുക അല്ലേ. നമ്മൾ ചിലപ്പോൾ ജഡ്ജൊക്കെ ചെയ്തിട്ട് പുകഴ്ത്തും എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാം. എപ്രൈസ് എന്ന് പറഞ്ഞാൽ ജഡ്ജ്, എപ്രൈസ് എന്ന് പറഞ്ഞാൽ ജഡ്ജ്. അടുത്ത വാക്ക് നമ്മുടെ PSCയിൽ തന്നെ PYQ ആയിട്ട് ചോദിച്ചിട്ടുള്ള വാക്കാണ്, SSCയിലും ചോദിച്ചിട്ടുള്ളതാണ്, ലൂസിഡിറ്റി. ലൂസിഡിറ്റി എന്ന് പറഞ്ഞാൽ ക്ലാരിറ്റി, വ്യക്തതയാണ് കേട്ടോ. ലൂസിഡിറ്റി എന്ന് പറഞ്ഞാൽ ക്ലാരിറ്റി, ഒന്ന് പഠിക്കണേ. ലൂസിഡിറ്റി എന്ന് പറഞ്ഞാൽ ക്ലാരിറ്റി. അടുത്ത വാക്ക് എക്യൂട്ടാണ്. എക്യൂട്ട് എന്ന് പറഞ്ഞാൽ ഷാർപ്പ് എന്നുള്ളൊരു മീനിങ് ആണ്. എക്യൂട്ട് ആംഗിൾ എന്നൊക്കെ പറയില്ലേ, കുറച്ചും കൂടെ 90 ഡിഗ്രിക്ക് താഴെയല്ലേ വരുന്നത്, അപ്പോൾ കുറച്ച് ഷാർപ്പായിട്ടുള്ള എന്നുള്ള രീതിയിലൊക്കെ ഒന്ന് ഓർക്കുക. എക്യൂട്ട് എന്ന് പറഞ്ഞാൽ ഷാർപ്പാണ്, എക്യൂട്ട് ഷാർപ്പ്. ബൈഫർക്കേറ്റഡ് എന്ന് പറഞ്ഞാൽ ഡിവൈഡ് ഇൻറ്റു 2, രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുക എന്നൊക്കെ ഒരു മീനിങ് ആണ് ബൈഫർക്കേറ്റ്. ബൈ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ രണ്ടായിട്ടൊക്കെ ആലോചിക്കില്ല, അപ്പോൾ അങ്ങനെ രണ്ടായിട്ട് വിഭജിക്കുക എന്നൊരു മീനിങ് ആണ് ബൈഫർക്കേറ്റ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നമ്മളൊരു 10 മിനിറ്റ് കൊണ്ട് 30 സിനോണിംസ് ആണ് ഒന്ന് ഓടിച്ച് നോക്കിയത്. നിങ്ങൾ ഒരു പ്രാവശ്യം കൂടെ റിവൈസ് ചെയ്യുക കേട്ടോ. ഞാൻ ഇതിൻ്റെ നോട്ട്സ് ടെലഗ്രാം ചാനലിൽ കൊടുത്തേക്കാം. പിന്നെ ഒരു കാര്യം കൂടെ, നിങ്ങൾക്കായിട്ടുള്ള ചോദ്യം, റൗട്ട് എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണേ, റൗട്ട്. ഓക്കെ, അതേപോലെ തന്നെ നമ്മുടെ ക്ലാസ് യൂസ്ഫുൾ ആയിട്ട് തോന്നിയെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ, അതേപോലെ തന്നെ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് നെക്സ്റ്റ് ക്ലാസ് വയ്ക്കാം. എല്ലാവർക്കും ബൈ, താങ്ക് യു ഫോർ സപ്പോർട്ടിങ്.